രാജ്യസഭയിൽ ദക്ഷിണേന്ത്യൻ സംസ്കാരത്തെയും വസ്ത്രധാരണ രീതികളെയും തികച്ചും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം ഉയർന്നു വന്നതിനെ തുടർന്ന് സഭയിൽ വൻ പ്രതിഷേധം. CPM പാർലമെന്ററി പാർട്ടി നേതാവും MP-യുമായ ജോൺ ബ്രിട്ടാസിനെ ലക്ഷ്യമിട്ട് BJP അംഗം സുഷ്മിത ദേവ് നടത്തിയ ലുങ്കിവാല എന്ന വിളിയിലാണ് രാഷ്ട്രീയ തർക്കത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. സംഭവത്തിൽ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുകയും തുടർന്ന് സഭ ഉച്ചയ്ക്ക് 2 മണി വരെ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. തനിക്കെതിരെ ഉണ്ടായ സാംസ്കാരിക അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണന് BJP അംഗത്തിനെതിരെ ഔദ്യോഗികമായി അവകാശ ലംഘന നോട്ടീസ് കൈമാറി. ഇൻകം ടാക്സ് ഭേദഗതി ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന നിർണായകമായ ചർച്ചയ്ക്കിടയിലാണ് വിവാദപരമായ സംഭവം അരങ്ങേറിയത്. ഓർഡിനൻസിനെ എതിർത്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP സഭയിൽ സംസാരിക്കുന്നതിനിടയിൽ തൊട്ടു പിന്നാലെ സീറ്റിലേക്ക് വന്ന BJP അംഗം സുഷ്മിത ദേവ് അദ്ദേഹത്തെ ആവർത്തിച്ച് ലുങ്കിവാല എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു എന്ന് അവകാശ ലംഘന നോട്ടീസിൽ ആരോപിക്കുന്നു. ഇത് യാദൃശികമായി നാവുപിഴച്ച് സംഭവിച്ച അബദ്ധ പ്രസ്താവനയല്ലെന്നും ദക്ഷിണേന്ത്യൻ ജനവിഭാഗങ്ങൾക്കെതിരെ ബോധപൂർവം നടത്തിയ സാംസ്കാരിക അധിക്ഷേപമാണെന്നും ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടുന്നു. ചരിത്രപരമായി വടക്കേ ഇന്ത്യൻ മേഖലകളിൽ ദക്ഷിണേന്ത്യക്കാരെയും കുടിയേറ്റ തൊഴിലാളികളെയും ചെറുതായി കാണാനും പരിഹസിക്കാനും ഉപയോഗിച്ചിരുന്ന ഒരു പദപ്രയോഗമാണ് ഇതെന്ന് അദ്ദേഹം രാജ്യസഭാ അധ്യക്ഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പരാമർശം സഭയിൽ കേട്ടതോടെ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം ഇളകിപ്പറ്റി. സഭയുടെ നടുക്കളത്തിൽ ഇറങ്ങി കടുത്ത പ്രതിഷേധമുയർത്തിയ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ തർക്കവും ഉണ്ടായി. സഭാ നടപടികൾ അസാധ്യമായതോടെ രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ വിഷയത്തിൽ നേരിട്ടിടപെട്ടു. സഭയിലെ ഓരോ അംഗത്തിന്റെയും വൈകാരികവും സാംസ്കാരികവുമായ നിലപാടുകളെയും വ്യക്തിത്വത്തെയും വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള യാതൊരു പരാമർശങ്ങളും പാടില്ലെന്ന് അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകി. വിവിധ പ്രദേശങ്ങളുടെ സത്വങ്ങളെയും പാരമ്പര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ജനാധിപത്യ നിർമ്മിതി എന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിലാണ് നടപടികൾ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയായി സഭാ നേതാവും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡ ഭരണപക്ഷ നിലപാട് വ്യക്തമാക്കി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വസ്ത്രധാരണ രീതികളും പാരമ്പര്യങ്ങളും തികഞ്ഞ ബഹുമാനത്തോടെ കാണുന്ന പ്രസ്ഥാനമാണ് BJP എന്ന് അദ്ദേഹം വ്യക്തമാക്കി. തങ്ങൾ ഇതിനെ ലുങ്കി എന്നല്ല മറിച്ച് ധോത്തി എന്നാണ് വിളിക്കാറുള്ളത്. വ്യക്തിപരമായോ സാംസ്കാരികപരമായോ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന നിലപാടുകളെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ മന്ത്രി വിഷയത്തിൽ BJP അംഗമായ സുഷ്മിത ദേവിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി സഭാരേഖകളിൽ വിശദമായി ഉൾപ്പെടുത്തണമെന്ന് അധ്യക്ഷനോട് ആവശ്യപ്പെട്ടു. അതേസമയം സംഭവത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് സഭയ്ക്ക് പുറത്തും കൈവന്നിരിക്കുന്നത്. സഭയ്ക്ക് വെളിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ച ജോൺ ബ്രിട്ടാസ് പാർലമെന്റ് പോലെ ഉന്നതമായ ഒരു ജനാധിപത്യ വേദിയിൽ വെച്ച് ഒരു പ്രത്യേക പ്രദേശത്തെ ജനങ്ങളുടെ സംസ്കാരത്തെയും ജീവിത രീതിയെയും നിന്ദിക്കുന്നത് ജനാധിപത്യ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആഞ്ഞടിച്ചു. ഇത് വെറുമൊരു വാക്കല്ലെന്നും ദക്ഷിണേന്ത്യൻ ജനതയെ നിസാരമായി കാണുന്ന വടക്കേ ഇന്ത്യൻ അധീശത്വ മനസ്ഥിതിയുടെ പ്രതിഫലനമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ദക്ഷിണേന്ത്യൻ ജനവിഭവങ്ങൾക്ക് നേരെയുള്ള അനാവശ്യമായ കടന്നുകയറ്റമാണിതെന്ന വിലയിരുത്തലിൽ കോൺഗ്രസ്, CPM, DMK തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം പ്രതിഷേധം കടുപ്പിച്ചിട്ടുണ്ട്. വിഷയത്തിൽ സുഷ്മിത ദേവിനെതിരെ കർശനമായ നടപടി വേണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ സഖ്യം. അധ്യക്ഷന് നൽകിയ അവകാശ ലംഘന നോട്ടീസ് പ്രിവിലേജ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടുമോ അതോ സഭയിൽ BJP അംഗം ഖേദപ്രകടനം നടത്തുമോ എന്നതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്.